പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവമാണല്ലോ അവിടുന്ന്. അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങ് വസിക്കാൻ വേണ്ടി മാടി വിളിച്ചുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, വാതിൽ തുറന്നാൽ അകത്ത് പ്രവേശിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കായി മുട്ടുന്ന ആ വലിയ സ്നേഹത്തെ കണ്ട് അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കൾക്ക് തങ്ങളെ തന്നെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് തങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് വേണ്ടി തുറന്നു പിടിക്കാനും അങ്ങേ സ്വീകരിക്കാനും വേണ്ട വലിയ ഭാഗ്യം നൽകണമേ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറയത്തക്ക വിധം, ഉറപ്പിക്കത്തക്ക വിധം ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ജീവിക്കട്ടെ. അതിനുവേണ്ടി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. യോസേപ്പ് പിതാവിന്റെയും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സജീവ സാന്നിധ്യവും സഹായവും ഞങ്ങൾ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ തിരുവചനത്തിലൂടെ അനേകം വ്യക്തികളൊക്കെ ധ്യാനിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വലിയൊരു സത്യം, നമ്മുടെ ദൈവം എന്തുമാത്രം നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ വേദനയില്, നമ്മുടെ സഹനത്തില്, ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ ഏതവസ്ഥയിലും നമ്മുടെ കൂടെ ആയിരിക്കാൻ, നീ പാപം ചെയ്താലും രോഗത്തിലാണേലും നമ്മുടെ കൂടെ വസിക്കാൻ തിരുമനസ്സായ ദൈവമാണ് അവിടെ. ഈ ദൈവം നമുക്കറിയാം, സർവശക്തനായ പിതാവ്, ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവം. ആ ദൈവം ഇതുപോലെ ഈ കീടങ്ങളെ പോലെയുള്ള നമ്മെ സ്നേഹിക്കാൻ മാത്രം എത്രമാത്രം കരുണ എന്ന് പറയുമ്പോ അതെന്ത് വലുതാ മക്കളെ. ഇത് അനുഭവിക്കണം, എന്നിട്ട് കർത്താവിനെ കൂടെ നിർത്തണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വ്യക്തി ജോസഫാണ്. പഴയ നിയമത്തിലെ ജോസഫ്. ഈ ജോസഫിനെ നമുക്കറിയാം, സഹോദരന്മാര് വെറുത്തു, അവനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു, അവിടുന്ന് പിടിച്ചു കയറ്റി ഈജിപ്തുകാർക്ക് വിറ്റു. അങ്ങനെ ആ അവസ്ഥയില് ഒറ്റപ്പെടുത്തപ്പെട്ട്, തിരസ്കരിക്കപ്പെട്ട്, അടിമയായി വിൽക്കപ്പെട്ട്, ഒരു വിദേശത്ത് എല്ലാവരും നഷ്ടപ്പെട്ട്, അപ്പൻ, സഹോദരങ്ങള്, സ്വദേശം എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോ അവന്റെ കൂടെ അവനെ ആശ്വസിപ്പിക്കാൻ, അവനെ ബലപ്പെടുത്താൻ, അവനെ ശക്തിപ്പെടുത്താൻ, അവന് സൗഹൃദം തരാൻ ആരാ ഇറങ്ങി വന്ന മക്കളെ? ദൈവം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തില് 39-ാം അധ്യായത്തില് പോത്തിഫറിന്റെ ഭവനത്തില് ഈ ജോസഫ് ആയിരിക്കുമ്പോ പലവട്ടം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും പറയണ്, കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് ജോസഫ് ചെയ്ത എല്ലാ പ്രവൃത്തികളിലും വലിയ ഫലം ഉണ്ടായി. മാത്രമല്ല, അത് കണ്ടിട്ട് ഈ പോത്തിഫർ അവന്റെ കുടുംബത്തിലെ എല്ലാ കാര്യസ്ഥതയും ഈ ജോസഫിന്, ആരാ ജോസഫ്? വെറും അടിമ. കർത്താവ് കൂടെയുള്ള അടിമ അവിടുത്തെ ഉടമയായിട്ടെന്ന പോലെ കാര്യസ്ഥനായി. അവിടെയാണ് നമ്മൾ കാണുന്ന പോത്തിഫറിന്റെ ഭാര്യ ഈ ജോസഫിനോടുള്ള ആസക്തി വന്നിട്ട് അവനെ പാപത്തിലേക്ക് നയിക്കാൻ വേണ്ടി ചെയ്യുമ്പോ ഈ ജോസഫ് അവിടെ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇത്ര നീചമായി പ്രവർത്തിച്ച് എന്റെ കർത്താവിനെതിരെ പാപം ചെയ്യും? കൂടെ നിൽക്കുന്ന കർത്താവിന് സാന്നിധ്യം അനുഭവിച്ച ജോസഫ് ആ കർത്താവിനെ ഒരിക്കൽ പോലും വേദനിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാതെ പറഞ്ഞോ, ഇത്രമാത്രം നീചമായിട്ട് പ്രവർത്തിച്ച് എന്റെ കർത്താവിനെതിരെ പാപം ചെയ്യും. കണ്ടോ, കർത്താവിന് കൂടെ നിന്നപ്പോ ആ കർത്താവിനെ അതുപോലെ വിശുദ്ധിയിൽ ചേർത്ത് പിടിച്ച ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതൽ ജോസഫ് പിന്നീട് കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ കാരാഗ്രഹത്തിലേക്കും കർത്താവ് അവന്റെ കൂടെ ഇറങ്ങിച്ചെന്നു. നോർത്തേക്ക് മക്കളെ, നീ കാരാഗ്രഹത്തിലാണേലും, ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയിലാണേലും, ഒരു അടിമയാണേലും, എന്റെ പ്രിയപ്പെട്ട മോനെ, മോളെ, നമ്മൾ അറിയണം, അവിടേക്കൊക്കെ ഇറങ്ങി വന്ന് അവിടെ നിന്ന്
ഇടപെട്ട് നമ്മെ മോചിപ്പിക്കാൻ കഴിയുന്നവനാണ് ദൈവം. പിന്നെ നമുക്കറിയണ്ട്, ഈ ജോസഫിന് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നൽകി, അങ്ങനെ ഉയർത്തി. കർത്താവ് കൂടെ നിന്ന് ജോസഫിനെ നയിച്ച്, ജോസഫിനെ നിയന്ത്രിച്ച് ഈജിപ്തിന്റെ അധിപനാക്കി ഉയർത്തി. അടിമയെ അധിപനാക്കിയ കർത്താവിന്റെ സാന്നിധ്യം, മക്കളെ, ഈ സാന്നിധ്യം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സംലഭ്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇവരൊക്കെ പഠിക്കുമ്പോ ഇവർ ചെയ്ത പ്രവൃത്തികള്, ഇവർ എടുത്ത നിലപാടുകള് കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ വിജയിച്ച വിജയം, അത് അവരെ നയിച്ചത് ഉന്നതങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് തീരുമാനിക്കാം. ഈ ആഗമന കാലത്തിന് കർത്താവ് കൂടെ വസിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോ ഇവരൊക്കെ പോലെ പഠിച്ച്, ഇവരൊക്കെ പോലെ ജീവിച്ച്, ഇവരൊക്കെ അനുകരിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കൂടെ നിർത്താൻ ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിലെ ജോസഫിന്റെ പ്രത്യേക മാതൃക പിഞ്ചെന്നുകൊണ്ട് ആ ജോസഫിന്റെ മാധ്യസ്ഥ നമുക്ക് തേടാം. പഴയ നിയമത്തിലെ ജോസഫിന്റെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോലെ കർത്താവിന് കൂടെ നിർത്താൻ, പാപം ചെയ്യാതിരിക്കാൻ, എവിടെ ചെന്നാലും നിരാശപ്പെടാതെ, പരാതിപ്പെടാതെ, പെറുപിറുപ്പാതെ. നമുക്കറിയാം, ഈ ജോസഫ് പിന്നീട് തന്നെ അടിമയായി വിറ്റ സഹോദരന്മാർ വരുമ്പോഴും അവന് പരാതിയില്ല. അവനെന്താ പറഞ്ഞ്? നമ്മെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പേ എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചതാ. കണ്ടോ, വെറുപ്പില്ല, പ്രതികാര ചിന്തയില്ല. അവൻ കർത്താവിനെ അനുഭവിച്ചപ്പോ കർത്താവ് അയച്ചതാണ്. എന്തിലേക്ക്? അടിമത്തത്തിലേക്ക്. ചിലപ്പോ ഓർക്കണം, ഇപ്പോൾ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങള്, അടിമത്തങ്ങള്, രോഗങ്ങള്, അതിലൂടെ കർത്താവ് നമ്മെ നയിക്കുന്നതായിരിക്കാം. എന്തിനാ? നമ്മൾ നശിക്കാതിരിക്കാൻ, കൃപയിൽ വളരാതിരിക്കാൻ, അനേക മക്കൾക്ക് അനുഗ്രഹമായി തീരാൻ, അനേക മക്കൾക്ക് ഭക്ഷണം നൽകാൻ ഈ ജോസഫിനെ കൊണ്ടുവന്ന് ക്ഷാമകാലത്തെ മാറ്റിയെടുത്ത കർത്താവിന്റെ പ്രവൃത്തി കണ്ടോ? അതാണ് മക്കളെ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഈ കർത്താവിൽ വിശ്വസിച്ച് ഈ കർത്താവിനെ കൂടെ നിർത്തി ജീവിതത്തെ ബലപ്പെടുത്താൻ നമുക്കിടയാകട്ടെ. നമ്മുടെ ഓരോ അവസ്ഥകൾ നമുക്കറിയാലോ മക്കളെ. നമ്മുടെ വേദനകള്, ദുഃഖങ്ങള്, സങ്കടങ്ങൾ ഒത്തിരിയുണ്ട്. ഓരോ ദിവസവും അനേക മക്കളെ വിളിക്കുന്ന ആ പ്രശ്നം, ഈ പ്രശ്നം, മക്കളുടെ പ്രശ്നം, കുടുംബത്തിന്റെ പ്രശ്നം, സാമ്പത്തിക തകർച്ച, ജോലിയില്ല, ജോലിയിലെ ഭാരം, കട്ടപ്പാട്, ദുഃഖ, ദുരിതങ്ങള്. ഈ ലോക ജീവിതം മോശ പറഞ്ഞ പോലെ ഈ ജീവിതം കട്ടപ്പാടും ദുരിതമാണ്. ഈ ജീവിതത്തിൽ കർത്താവിനെ കൂടെ നിർത്താൻ ആർക്ക് സാധിക്കുന്നുവോ അവന്റെ ജീവിതം വിജയിക്കും, അവന്റെ ജീവിതം അതിജീവിക്കും, അവന്റെ ജീവിതം ഫലദായകമായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വലിയൊരു സന്ദേശം വളരെയേറെ ശക്തമായ ഒരു ചിന്തയാണ് മക്കളെ. അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കൂടെ ആയിരിക്കാം. ഈശോ നമ്മുടെ ജീവിതത്തിലേക്കും ഇന്നും കടന്നു വരും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെ. ജോസഫിന്റെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവ് ഇന്ന് എന്റെയും നിന്റെയും ജീവിതത്തിൽ ഇടപെടും. പ്രാർത്ഥനയോടെ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയോട് വിശ്വസ്തത പുലർത്തി അങ്ങയെ കൂടെ നിർത്തിയ ജോസഫിന്റെ ജീവിതത്തെ അവിടുന്ന് അതിശക്തമായിട്ട് അനുഗ്രഹിച്ചു. കർത്താവേ, പാപ സാഹചര്യങ്ങൾ വന്നപ്പോഴും ഒത്തിരിയേറെ തകർച്ചകൾ കടന്നു വന്നപ്പോഴും ജീവിതത്തിൽ തോൽവികൾ എന്ന പോലെ ഒന്നൊന്നായി തോൽവികൾ കടന്നു വന്നപ്പോഴും ആ മകൻ അങ്ങയെ വിട്ടുപേക്ഷിച്ചില്ല. കർത്താവേ, അതിനാൽ തന്നെ അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ആ മകനെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തി ഈജിപ്തിന്റെ അധിപനാക്കി. നല്ല കർത്താവേ, ഇന്ന് പ്രത്യേകമായ വിധത്തില് ഞങ്ങളുടെ യുവമക്കളെല്ലാവരെയും, ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുവത്വത്തിന്റെ മേഖലകളില് കർത്താവെ, അങ്ങയെ കൂടെ നിർത്തുവാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളെല്ലാ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ യുവമക്കളെയും കുഞ്ഞുമക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജോസഫിന് ലഭിച്ച ആ വലിയ അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരണം ഒത്തിരി പാപ സാഹചര്യങ്ങള്, ഒത്തിരി പ്രലോഭനങ്ങള്, ഒത്തിരി തിന്മയിലേക്കുള്ള ലഹരിയിലേക്കും മറ്റ് ആസക്തികളിലേക്കുമുള്ള പ്രലോഭന ശക്തികൾ അതിശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തില് ജോസഫിന് ലഭിച്ച ആ വലിയ അഭിഷേകം നമ്മുടെ മക്കൾക്കും ലഭിക്കണം. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ സാന്നിധ്യം അതുപോലെ
ഞങ്ങളുടെ മക്കൾക്ക് നിറച്ചു നൽകിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ ജോസഫിനെ പോലെ പാപം ചെയ്യാതെ പ്രലോഭനങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് അവിടെയും അങ്ങേക്കെതിരായിട്ട് യാതൊന്നും ചെയ്യാതെ ഇത്ര നീചമായി പ്രവർത്തിച്ച് ഞാൻ എങ്ങനെ കർത്താവിനെ വേദനിപ്പിക്കുമെന്നുള്ള ആ വലിയ തിരിച്ചറിവ് കർത്താവേ ജോസഫിന് ലഭിച്ചല്ലോ. ആ വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളിൽ നിറഞ്ഞ്, ആത്മാവേ ഞങ്ങളുടെ മക്കളിൽ പൂരിതനായി ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തി തിന്മയ്ക്കെതിരെ പോരാടാൻ, പ്രലോഭനങ്ങൾ ചെറുത്തു നിൽക്കാൻ ജോസഫിനെ ശക്തിപ്പെടുത്തിയ ആ വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈശോയെ, അങ്ങയെ കൂടെ നിർത്തി ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ. ജോലിയില്, ജീവിതത്തില്, പഠനത്തില്, ബിസിനസ്സില് കർത്താവേ ഞങ്ങളുടെ മക്കളും ഉന്നതരായി തീരട്ടെ. ജോസഫിനെ അതിലൂടെ ഉയർത്തി ഈജിപ്തിന് അധിപനാക്കി ഉയർത്തിയ സർവാധിപനും സർവശക്തനുമായ കർത്താവേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഇതുപോലെ ജീവിക്കാനും അങ്ങനെ അങ്ങയെ കൂടെ നിർത്താനും അങ്ങനെ ഉന്നതി പ്രാപിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഉന്നതമായ ഈ അഭിഷേകത്തിനു വേണ്ടി ഇന്ന് പ്രത്യേകമാവിധം ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവികാല സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്കിപ്പോൾ ദിവികാന സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.